ശ്രീ CK രാജേഷ് കുമാർ, നമ്മൾ ഏകദേശം ചർച്ച മുക്കാൽ ഭാഗത്തോട് അടുക്കുന്നു. നോക്കൂ, നാട്ടുകാർക്ക് മുന്നിൽ കളിക്കുന്ന ഭാരതത്തിന് ഇന്നത്തെ ഈ മത്സരത്തിൽ മുൻതൂക്കമുണ്ടോ? തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് മുൻതൂക്കം തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം. മാത്രവുമല്ല, ഓസ്ട്രേലിയ പോലെ ടീമിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് എത്തിയ ടീമിന്റെ മൊറയിലും അതുപോലെ കോൺഫിഡൻസും എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാം പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പുരുഷ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് വാദോരാതെ അല്ലെങ്കിൽ ഓരോ താരങ്ങളെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഓരോ പീരീഡിലും വന്ന എമർജ് ചെയ്ത താരങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ പേരുകളാണ് ശരിക്കും ഓരോരുത്തരും. അതുപോലെ നമ്മുടെ ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തൊട്ട് മുമ്പത്തെ വേൾഡ് കപ്പ് ഇപ്പോഴത്തെ ടീം നിരയെടുത്ത് നമ്മുടെ എല്ലാവരും കൊച്ചുകുട്ടികളുടെ പോലും മനസ്സിൽ പതിയുന്നു. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ നമ്മൾ സ്മൃതി മന്ദാനെ അല്ലെ വീരേന്ദ്ര സെവാഗിനെ പോലെ സ്മൃതി മന്ദാനെ കാണുന്നു. അതുപോലെ യുവരാജ് സിംഗിനെ പോലെ ഇത്തരത്തിലുള്ള ജമീമയെ കാണുന്നു. അങ്ങനെ ഏറ്റവും മികച്ച പുരുഷ താരങ്ങൾ, അതിന് അവർക്കൊപ്പം നിർത്താവുന്ന ഒരുപിടി താരങ്ങളായിട്ട് നമ്മുടെ വനിതാ താരങ്ങൾ മാറി എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചൊരു വലിയൊരു നേട്ടമാണ്, മാറ്റത്തിന്റെ ഒരു വലിയ കാറ്റാണ്. പുരുഷ താരങ്ങൾക്കൊപ്പം തന്നെ സ്ത്രീ താരങ്ങൾ അല്ലെങ്കിൽ വനിതാ താരങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ കായിക. സെമി പോരാട്ടം നടക്കുമ്പോൾ CK രാജേഷ് കുമാർ, സെമി പോരാട്ടം നടക്കുമ്പോൾ ആ ഗാലറി കണ്ടു കാണുമല്ലോ, അതിനേക്കാൾ ഇന്ന് വരും. അപ്പോൾ നേരത്തെ ശ്രീ സന്തോഷ് സുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ വനിതാ ക്രിക്കറ്റിന്റെ പ്രശസ്തി എത്രമാത്രം വളർന്നു നിൽക്കുന്നു, വനിതാ ക്രിക്കറ്റ് താരങ്ങൾ എത്രമാത്രം മനസ്സിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നതിന് തെളിവായി അത് മാറുന്നു. തീർച്ചയായിട്ടും അതിപ്പം ബാറ്റർമാർ മാത്രമല്ല, ഇപ്പൊ ദീപ്തി ശർമ്മയുടെ കാര്യം എടുത്താലും ശ്രീചരണിയുടെ കാര്യം എടുത്താലും ഒക്കെ നമുക്ക് ബൗളർമാരിലും താരങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സ്മൃതി മന്ദാനയോ അല്ലെങ്കിൽ ഓപ്പണറായിട്ടുണ്ടായിരുന്ന പ്രതിക റാവലോ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ ഹർമൻപ്രീത് കൗറോ ജമീമ റോഡ്രിഗസ് ഇവർക്കൊപ്പം നമ്മുടെ ബൗളർമാരും, അങ്ങനെ ഓരോരുത്തരും പേരെടുത്ത് പറയത്തക്ക രീതിയിലേക്ക് നമ്മുടെ ടീം മാറിയിരിക്കുന്നു. ആരാധകരായി അല്ലെങ്കിൽ അവരുടെ ആരാധകരായിട്ട് നമ്മുടെ ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി മാറിയിരിക്കുന്നു, ആരാധകർ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു മാറ്റമാണ്, വലിയൊരു സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഈ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച ഒരു മത്സരം നമുക്ക് കാഴ്ചവെക്കാൻ അത് ആ കോൺഫിഡൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം കാണികൾക്ക് മുമ്പിൽ മത്സരിക്കുന്ന ഒരു പോസിറ്റീവ്നെസ്, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പോലെ സ്റ്റേഡിയത്തിലെ ഒരു വൈബ്, ഇതൊക്കെ ഇന്ത്യൻ ടീമിന് പോസിറ്റീവായിട്ട് വരാവുന്ന കാര്യങ്ങളാണ്. ശരിയാണ്, നമ്മൾ പ്രാഥമിക റൗണ്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നമുക്ക് 3 വിക്കറ്റിന്റെ പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഫൈനലിലേക്ക്, അത് ഓസ്ട്രേലിയക്കെതിരെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ സെമി ഫൈനലിൽ നമ്മുടെ ഓസ്ട്രേലിയ അത്രയും വലിയൊരു സ്കോർ, ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ പിന്തുടർന്ന് ജയിച്ച ഒരു ടീം തീർച്ചയായിട്ടും ഈ മത്സരത്തിലും മികവിനൊത്ത ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ രാജേഷ് കുമാറിലേക്ക് വരാം.